എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ രുചികരമായി തയ്യാറാക്കിയിട്ടുള്ള ഒരു കുമ്പിളപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ ചക്കയുടെ സീസണിൽ നമുക്ക് ചക്ക കൊണ്ട് ഇത് തയ്യാറാക്കാവുന്നതാണ്. നോർമലി ചക്ക ഇതുപോലെ വഴറ്റാതെയാണ് കൂടുതലും ആളുകൾ ചെയ്യാറ്. എന്നാൽ നിങ്ങൾ വഴറ്റി തന്നെ ചെയ്യണം. അപ്പോൾ മാത്രമേ ഈ രുചി നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് 1 മാസം വരയ്ക്കും നമുക്ക് ഫ്രിഡ്ജിൽ വച്ചിരുന്ന ഇതൊട്ടും പാഴാകാതെയും ഇരിക്കും. അതുപോലെ നമുക്ക് ഇത് തയ്യാറാക്കി നമുക്ക് 2 ദിവസമൊക്കെ നമ്മൾ യാത്രയൊക്കെ പോകുമ്പോഴും ഇത് കൊണ്ടുപോകാവുന്നതാണ്. ഒട്ടും കേടാകത്തില്ല കേട്ടോ. നല്ല രുചിയാണ്. നിങ്ങൾ സാധാരണ കഴിക്കുന്നതിനേക്കാളും നല്ല രുചിയാണ്. ഇതുപോലെ വഴറ്റി ഉണ്ടാക്കിയവർക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ രുചി. നമ്മൾ സാധാരണ മിക്സിയിലിട്ട് അടിച്ചിട്ട് ഡയറക്റ്റായിട്ട് മാവിലിട്ട് കുഴയ്ക്കാതെ ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. എന്നാലേ ഈ രുചി നിങ്ങൾക്ക് കിട്ടൂ. നമ്മൾ എത്രയാണോ ചക്ക നമുക്ക് വേണ്ടത്, ഇത് 2 കപ്പോളം ചക്ക ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു കടായിയിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി അല്പം ശർക്കരയിൽ നമുക്ക് എത്രത്തോളം മധുരം വേണോ അതനുസരിച്ച് ശർക്കര എടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ തിളപ്പിച്ച് അരിച്ച് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതിനുശേഷം ചക്ക നല്ല രീതിയിൽ വെന്തില്ല എന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ഉടഞ്ഞു വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് തണുത്തതിന് ശേഷം അരച്ചുകൂടി ഇതിലേക്കിട്ട് നമുക്ക് കുറുക്കി എടുക്കാവുന്നതാണ്. എന്നിട്ട് ഒരു മുറി തേങ്ങ തിരുവിയതും കുറച്ച് ജീരകപ്പൊടിയും ചുക്കുപൊടിയും ഏലക്കാപ്പൊടിയും ഒരു പിഞ്ച് ഉപ്പും കൂടിയിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് കുറുകി വരുന്നത് വരെ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ നിങ്ങൾ ചെയ്താൽ മാത്രം മതി. നന്നായി കുറുകി വന്നതിന് ശേഷം ഒരല്പം ലൂസ് വേണം. ഒരുപാട് ടൈറ്റ് ആകണ്ട ചക്ക. കുറച്ച് ലൂസായിട്ടിരിക്കുമ്പോൾ നമുക്ക് 1 കപ്പ് അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീട്ടിൽ പൊടിക്കുന്ന അരിപ്പൊടിയാണ് കുറച്ചുകൂടി രുചിയും ഹെൽത്തിയും കേട്ടോ. നിങ്ങൾ പാക്കറ്റിൽ വാങ്ങാതെ വീട്ടിൽ പൊടിക്കുന്നതാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. പാക്കറ്റാണ് വാങ്ങുന്നതെങ്കിൽ നല്ല കമ്പനിയുടേത് നോക്കി വേണം വാങ്ങാനായിട്ട്. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി. ഇതിപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വേണം ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാനായിട്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചൂടാറിയതിന് ശേഷം നമുക്കിതുപോലെ നല്ല മണമുള്ള ഇലയുണ്ടല്ലോ, വയന ഇല എന്നാണ് നമ്മുടെ നാട്ടിൽ ഇതിനെ പറയാറ്. ഇതുപോലെ കുമ്പിൾ കോട്ടിയതിന് ശേഷം ഇത് ഓലയുടെ ഈർക്കിൽ വെച്ചാണ് ഞാനിപ്പോൾ ഇതുപോലെ കുത്തി കൊടുത്ത് ഷേപ്പാക്കി എടുക്കുന്നത്. അതിനുശേഷം നമുക്ക് വേണ്ടുന്നത്ര ഉരുളകളാക്കി ഇതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതുപോലെ കുമ്പിൾ ആക്കിയിട്ട് വേണം നിങ്ങൾ ഈ ടൂത്ത് പിക്ക് വെച്ചും നമുക്കിത് പോലെ കുമ്പിൾ തയ്യാറാക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഓലയുടെ നല്ല ഫ്രഷായിട്ടുള്ള ഓലയുടെ ഈർക്കിൽ വെച്ചാണ് ഞാനിപ്പോൾ ഈ കുമ്പിൾ ഇതുപോലെ കോട്ടി ഇതുപോലെ ആക്കി എടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള അത്ര മാവ് ഇതുപോലെ കൈ കൊണ്ടെടുത്തതിന് ശേഷം നമുക്കിതുപോലെ ആക്കി എടുക്കാവുന്നതാണ്. ഇങ്ങനെ എല്ലാം ചെയ്തതിന് ശേഷം പാത്രത്തിൽ ആവി വന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇത് പറക്കി വെച്ച് കൊടുക്കാവൂ കേട്ടോ. അപ്പോൾ എല്ലാം ഇത് തയ്യാറാക്കി വെച്ചിട്ട് വേണം നിങ്ങൾ വേവിക്കാനായിട്ട്. അപ്പോൾ വെള്ളത്തിൽ നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് പെറുക്കി വയ്ക്കാം. അപ്പോൾ മാത്രം നമുക്ക് സമയം അറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ആവി വന്നതിന് ശേഷം വയ്ക്കാൻ പറയുന്നത്. ഇത് ആവി വന്നതിന് ശേഷമാണ് നമ്മൾ ഈ കുമ്പിളപ്പം ഇതുപോലെ ഓരോന്ന് വെച്ചതിന് ശേഷം മാക്സിമം 8 മിനിറ്റ് മതി. പകുതിയോളം എല്ലാം വെന്തതാണ്. ഇനി പകുതി കൂടി വെന്താൽ മതി. 8 മിനിറ്റ് സ്റ്റീം ചെയ്തെടുത്താൽ മതി. നല്ല മണവും നല്ല രുചിയുമാണ്. ഇതുപോലെ തയ്യാറാക്കിയെടുത്താൽ ഒരു പ്രാവശ്യം എന്തായാലും ഈ ചക്കയുടെ അവസരം വരുമ്പോൾ നിങ്ങൾക്ക് വരിക്കച്ചക്ക തന്നെ വേണമെന്നില്ല, കൂഴച്ചക്കയിലും തയ്യാറാക്കാവുന്നതാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും കമൻ്റ് അടിക്കാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.